മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ നിയമങ്ങളും. സമുദായം പട്ടിണിയിലാണ്, പരിഹാരമില്ല. വിലക്കയറ്റം കൂടുന്നു, പരിഹാരമില്ല. റോഡുകളൊക്കെ നശിച്ചു കിടക്കുന്നു, പരിഹാരമില്ല. അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസില്ല, പരിഹാരമില്ല. ഒരു വീടില്ല, പരിഹാരമുണ്ടോ? പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് വീട് കെട്ടിക്കൊടുക്കാൻ, അല്ല ഒരു സെന്റ് ഭൂമി കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ പരിഹാരമില്ല. ഇവിടെ എല്ലാം ഇന്ത്യ രാജ്യത്ത് എത്രയോ ആവശ്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സർക്കാർ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിയമങ്ങൾ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ മിണ്ടാ പൂച്ച. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അശ്റാത്തു സാഅത്തിൽ കുബ്ര സുഗ്റ പരിശോധിച്ച് നോക്ക്. നബി തങ്ങൾ പറയാത്ത ഒന്നും ലോകത്ത് നടന്നിട്ടില്ല, നടക്കേയില്ല. ഒരു കാലഘട്ടം വരും, യലി ഉമ്മത്തി ഖൗമുൻ ജുസസുഹും ജുസസുന്നാസ്. ഒരു കാലഘട്ടം വരും, എൻ്റെ ഉമ്മത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരുടെ ശരീരം ജുസസുന്നാസ് മനുഷ്യരെ പോലെയായിരിക്കും. ഖുലൂബുഹും ഖുലൂബു ശയാത്തീൻ, അവിടെ കൽബ് ശൈത്താന്റെ കൽബുകളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വയുഹാറു ഫീ ഹുക്മിഹിം, നിയമങ്ങളൊക്കെ അവർ മാറ്റിമറിക്കും. എല്ലാ നിയമങ്ങളും, ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും അവർ മാറ്റിമറിക്കും. ഇൻ തകല്ലമു ഖതലുഹും, അവർക്കെതിരെ സംസാരിച്ച നിന്നെ അകത്താക്കും, അല്ലെ തട്ടിക്കളയും. ഇതാണ് അതിന്റെ നിയമം. വൈൻ സഖതു ഇസ്തബാഹുഹും, നീ ഇനി മിണ്ടാതിരുന്നാലോ ആ നിയമം അവരുടെ പാസ്സാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, അശ്റാത്തു സാഅ എടുത്ത് ഹദീസ് എടുത്ത് പരിശോധിച്ചു നോക്കി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഹദീസാണ്. ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് ആയിരക്കണക്കായ സഹാബാക്കളെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രമുഖരായ സഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ഒരാൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയെ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നീട് നിയമങ്ങളെല്ലാം മാറ്റിമറിക്കും. അപ്പൊ നമ്മുടെ മക്കളൊക്കെ പിഴച്ചു പോകും. വൽ മതറു ഖൈല വൽ വലദു ഖൈല വതഫീലുൽ ലിആമു ഫൈല വതഗീലുൽ കിറാമു ഖൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെല്ലാം പിഴച്ചു പോകും. അവനക്ക് ദീനില്ല എന്ന് പറയുമ്പോൾ അവനല്ലേ സന്തോഷമായി. അപ്പൊ പള്ളി പൊളിച്ച് കളയാൻ ഒരു തീരുമാനം എടുത്താൽ എന്താ എത്ര പേര് പ്രതികരിക്കും? നിസ്കാരത്തിനോടും ഇബാദത്തിനോടും അള്ളാഹുവിനോടും ആഖിറത്തോടും പ്രതിബദ്ധതയുള്ളവർക്കാണ് അതിന്റെ വിഷമം ഉണ്ടാവുക. ഇല്ലാത്തവൻ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, നാളെ അള്ളാഹിന്റെ അടുത്ത് പോയി നമുക്ക് പറയാൻ പറ്റും പള്ളി പൊളിച്ചു കൊടുത്തോനെ, അതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചില്ല, റാഹത്തായി. അതുകൊണ്ടാണ് ജുഇലത്തിൽ അർളു ലി അൽ മസാജിദ, പള്ളിയില്ലെന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്, ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്തൊരു തൗഫീഖ് നബി തങ്ങൾക്ക് കൊടുത്തു. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി മുഴുവനും മസ്ജിദാക്കി തന്നു. അതുകൊണ്ട് ഈ കോലത്തിൽ AC ഇല്ല, താഴികക്കുടങ്ങളില്ല, മിനാരങ്ങളില്ല എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതിരുന്ന് ഉഡായിപ്പുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പോകാൻ പറ്റൂല. ഭൂമി നിനക്കുണ്ടോ? ഭൂമി നിനക്കുണ്ടോ? വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമിയുടെ മുഴുവൻ ഉത്തരവാദിത്വം അള്ളാഹ്ക്കുള്ളതാണ്. അതിന്റെ മുഴുവൻ പ്രമാണം അള്ളാഹുവിൻ്റെതാണ്. മുഴുവൻ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്. ആ ഭൂമിയുടെ മുകളിൽ നമസ്കാരത്തിന്റെ സമയം എത്തിയാൽ നീ നമസ്കരിച്ചിരിക്കണം. അത് പള്ളിയുണ്ടോ, അല്ലെങ്കിൽ AC ഉണ്ടോ, അല്ലെങ്കിൽ പള്ളിയുടെ ഒരു കോലമുണ്ടോ, രൂപമുണ്ടോ, ഇതൊന്നും അള്ളാഹ് അറിയേണ്ട കാര്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല നൽകിയ സമ്മാനമാണിത്. നമുക്ക് തറയില്ലാതെ നമുക്ക് നിസ്കരിക്കാം. വിനോദസഞ്ചാരത്തിന് പോകും, പള്ളി കണ്ടില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. പമ്പിൽ കയറി ഒന്നുകൊടുത്ത് അവിടെ നിസ്കരിക്കണം, മരുഭൂമിയിൽ നിസ്കരിക്കണം, വാഹനത്തിലിരുന്ന് നിസ്കരിക്കാം. ഇനി ചില സ്ഥലത്ത് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് വാഹനത്തിലിരുന്ന് നിസ്കരിക്കാം. എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്, നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. ഇത് അള്ളാഹുവിനെ പേടിയുള്ളവർക്കല്ലേ അത് സാധിക്കൂ. ഇങ്ങനെ ഒരു നിയമം വന്നാൽ, ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ നിസ്കരിക്കണ്ട, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കണ്ടല്ലോ. അള്ളാഹയെ പേടിയുള്ളവൻ എവിടെ ആയാലും നിസ്കരിക്കും. നീ കൊല്ലാ കൊല്ല്, അള്ളാഹുവിന്റെ സുജൂദിൽ ഇവിടെ മരിക്കാം, അതാണല്ലോ അവന്റെ നിയത്ത്.
നിസ്കാരം വേണ്ട എന്നൊരു നിയമം വരട്ടെ, നാളെ നിസ്കരിക്കാതിരിക്കോ ഇല്ലയോ എന്നറിയാം. നമുക്ക് നോക്കാം ആരാണ് ഈമാനുള്ളവൻ, ആരാ ഈമാനില്ലാത്തവൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിസ്കാരം മുതൽ നാളെ മുതൽ നിസ്കാരം വേണ്ട, ഒരു തീരുമാനം എടുക്കട്ടെ. എല്ലാവരും സമ്മതിക്കുമോ? OBC സമ്മതിക്കും, ലോക്കൽ അവൻ സമ്മതിക്കും. വേണ്ട, നമുക്ക് നിസ്കാരം വേണ്ട, തീരുമാനം എടുത്തല്ലേ. പിന്നെ നിസ്കാരം ധൈര്യമായിട്ട് നിസ്കരിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ വെടിവെച്ച് കൊല്ലട്ടെ, ഷഹീദായി നേരെ റബ്ബിന്റെ മുന്നിൽ പോയിക്കൂടെ? അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിയമങ്ങൾ ഇങ്ങനെ മാറ്റി വന്ന് മറിഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ. നാളെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ നടക്കാൻ പറ്റൂല, ഇന്ത്യൻ നിയമം എതിരാണ്, കത്തിച്ചോണം, തൈക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഇനി തൈക്കാട് ശ്മശാനത്തിനൊരു സൈഡിൽ എഴുതി വെക്കും, മണക്കാട് മുസ്ലിം ജമാഅത്ത് തൈക്കാട് ശ്മശാനം. അവിടെ മുസ്ലിങ്ങളെല്ലാം അങ്ങോട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു, നിങ്ങൾ ദീർഘവീക്ഷണത്തോട് ചിന്തിച്ചുകൊള്ളി. നമ്മൾ ഇത്രയും നിയമങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് എത്രയോ നിയമങ്ങൾ, എത്ര പള്ളികൾ പൊളിച്ച് റോഡിന്റെ പേരും പറഞ്ഞ്, എത്രയോ അമ്പലങ്ങൾ റോഡിന് നടുക്ക് നിൽക്കുന്നു, എത്രയോ ഉണങ്ങിയ ആല് റോഡിന് നടുക്ക് നിൽക്കുന്നു. ഉണങ്ങിയ ആല്, ഒരു ഗുണവും ഇല്ലാത്ത സാധനം റോഡിന് നടുക്ക് നിൽക്കുന്നു. അതൊന്നും എടുത്തു മാറ്റാനോ പൊളിച്ചു മാറ്റാനോ മുറിച്ചു മാറ്റാനോ അവകാശമില്ല, തൊട്ടുപോകരുത്. എത്രയോ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആ മുറ്റത്ത് അമ്പലമുണ്ട്. നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങൾ പോയിട്ട് അതിനെതിരെ ഒരു ഹർജി കൊടുക്കാനോ ഇന്നും നമ്മൾ നിന്നിട്ടില്ല. നിങ്ങൾ തമിഴ്നാട്ടിലുള്ള യാത്ര ചെയ്ത് നോക്ക്, ഹൈവേ റോഡ് നടുക്ക് മൊത്തം അമ്പല. കേരളത്തിൽ യാത്ര ചെയ്യും, റോഡിന്റെ സൈഡ് ഇപ്പൊ അങ്ങോട്ട് അട്ടക്കുളങ്ങര പരിസരത്ത് റോഡ് സൈഡ് മൊത്തം എല്ലാ അമ്പലങ്ങളും നമ്മളെല്ലാം എതിർക്കാൻ പോയോ? ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ. എന്നാൽ പള്ളി ഏതോ മൂലയിലാകുമ്പോൾ ബുൾഡോസർ റോഡ് മൊത്തം തകർത്ത് അടിച്ച് പൊളിച്ച അതിലെ കൂടെ ഹൈവേ, എല്ലാം പള്ളികൾ. അത് ഗവൺമെന്റ് ഭൂമിയിലാണെന്ന് പറഞ്ഞിട്ട് പള്ളികൾ മുഴുവനും തകർക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പള്ളിയായതുകൊണ്ടും മുസ്ലിമുകൾ നമസ്കരിക്കുന്നതുകൊണ്ടും അതൊക്കെ ഗവൺമെന്റിന്റെ ഭൂമിയിലാണെന്ന് പറഞ്ഞ് തകർന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഹൈവേ റോഡിലിരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്പലങ്ങളോ ഏതെങ്കിലും ഒരു ബുദ്ധവിഹാരങ്ങളോ ഗുരുദ്വാരകളോ തകർത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിന്തിച്ചു നോക്കി. അപ്പൊ ഏത് സമുദായത്തെ നോക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര പെട്ടെന്ന് ആ ബില്ല് പാസ്സാക്കിയത്. ഏറ്റവും കൂടുതൽ സമ്പത്താണ് നമുക്കുള്ളത്. ഈ ഭൂസ്വത്ത് ഏറ്റവും കൂടുതൽ സമ്പത്താണ്, നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ പള്ളികൾക്ക് കിട്ടേണ്ടതാണ്, നമുക്കതിൽ നിന്ന് അനുഭവിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമ്മുടെ ഈ പള്ളി, ഇതിന് പ്രമാണമില്ലയോ? ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ നാളെ ബുൾഡോസർ. പ്രമാണമുണ്ടോ? ആരുടെ പേർക്കാ? ഏത് ഹാജിയാരുടെ പേർക്കായി പള്ളിയുടെ പ്രമാണം? ഏത് പ്രസിഡന്റിന്റെ പേർക്കായി പള്ളിയുടെ പ്രമാണം? ചിന്തിച്ചു നോക്കി. അബ്ദുൽ ഖാദർ ഹാജിയുടെ പേർക്ക് അവരുടെ വാപ്പ എഴുതി കൊടുത്താണെന്നും പറഞ്ഞ് നമുക്കത് എഴുതി വെച്ചിട്ട് നാളെ പള്ളിയുടെ പേർ വയ്ക്കാൻ പറ്റുമോ? പ്രമാണമില്ല. അത് കൊണ്ട് വഖഫ് ചെയ്തു, അതുകൊണ്ട് യാ ഹലാൽ. ഇനി നാളത്തെ അടുത്ത നിയമം വരാൻ പോവാണ്. ഏതെല്ലാം പള്ളികൾ ഏതെല്ലാം മദ്രസകൾ പ്രമാണമില്ലാത്തതുണ്ടോ അതൊക്കെ പതുക്കെ പിടിച്ചങ്ങോട്ട്. അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ ബുദ്ധവിഹാരത്തിൻ്റെയോ ചർച്ചുകളുടെയോ ഇതൊക്കെ വല്ലതും ഉണ്ടോ? അതിൻ്റെയൊക്കെ പ്രമാണം എവിടാന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും ചോദിക്കാൻ പോകുന്നുണ്ടോ? സാഹോദര്യവും സന്തോഷവും നിലനിൽക്കുന്നു പോകുന്ന മതേതര ഭാരത രാജ്യത്തില് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമുദായത്തെ തമ്മിലടിപ്പിച്ച് ഫാസിസ്റ്റ് നാസിസ്റ്റുകൾ അധികാരം കൊണ്ട് കൈയടക്കി മെല്ലെ മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളാണ് ഇന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഇത് കരുതിയിരുന്നില്ല എങ്കിൽ, നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഒരുപാട് വില നൽകേണ്ടി വരും. നമ്മളല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നമ്മുടെ സന്താനങ്ങൾ. ഒരുപക്ഷെ നമ്മളൊക്കെ ഉള്ളപ്പോൾ ഒരുപക്ഷെ പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ നമുക്ക് ശേഷം നമ്മുടെ സന്താന പരമ്പരകൾ, അവർ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈമാനിൽ നിന്ന് ചോർന്ന് ഭയപ്പെട്ട് അവരിലേക്ക് മാറിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയന്നിട്ട് പോകും, മാർഗമില്ല വേറെ. വൈൻ തകല്ലമു ഖതലുഹു, മിണ്ടിയ തട്ടികളയും. വൈൻ സഖതു ഇസ്തബാഹുഹു. ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ അവർ ഇസ്തബാഹും, അതിവിടെ പാസ്സാക്കും. NRCക്കെതിരെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഇറങ്ങി. കേരളത്തിൽ ഒന്നടങ്കം ഇറങ്ങി. എന്തായിരുന്നു റോഡിന്റെ ഒക്കെ തിരക്ക് ബ്ലോക്ക്? അറഫ മൈതാനിയിൽ നിന്ന് ജനങ്ങൾ ഒഴുകുന്നത് പോലുള്ള ഒഴുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ? വഖഫിന്റെ പേരിൽ എത്ര പേരിറങ്ങി? അന്നത് പാസ്സാക്കിയോ? എന്താ സംഭവം പാസ്സാക്കാത്തത്? നമ്മുടെ കട, നമ്മുടെ വീട്, നമ്മുടെ വസ്തു, നമ്മുടെ സ്ഥലം, സ്വന്തം നമ്മുടെ, ഇസ്ലാമിൻ്റെ ഒന്നുമല്ല, നമ്മളെ. ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി ഉണ്ടായിക്കൊണ്ട് വന്ന എൻ്റെ പൈസ, എൻ്റെ വിയർപ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പൈസ, അത് പോയാൽ എനിക്കത് പ്രശ്നമാണ്. എൻ്റെ മക്കൾക്കുള്ളത് എനിക്കത് പ്രശ്നമാണ്.
എൻ്റെ കട, എൻ്റെ ബിൽഡിങ്, കോടാനുകോടിയുടെ ബിൽഡിംഗ് എല്ലാം എനിക്കുണ്ട്, അതെല്ലാം പോയ പ്രശ്നമല്ലേ? ഇറങ്ങ് വാ, യാ അല്ലാഹ്, ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ. ഓഹ്, എൻ്റെ തക്ബീർ വിളി കേട്ട ജിബ്രീൽ പോലും ഞെട്ടിപ്പോവും. അത്രയ്ക്ക് ഈമാനോടുള്ള പവറിന്റെ വിളിയായിരുന്നു. അള്ളാന്റെ സ്വത്ത് ഇതായി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം മുശ്രിക്കുകൾ, ഇറങ്ങ് വാ, നമുക്ക് പോവാ, സലാം പറയാ, തക്ബീർ വിളിക്കുക. ആരുണ്ട്? എല്ലാണ്ട് ഒതുക്കി പോലും മിണ്ടാതെ കൂടിയിരിക്കാൻ. വഖഫല്ലേ, അല്ലി വല്ലേ, അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം? വഖഫ് ചുമ്മാ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നത്, അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം? പോട്ടെ, കാട് പിടിച്ച് കിടക്കുന്ന പോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. ഹുമയൂൺ കൊട്ടാരത്തിൽ പോയി നോക്കി. ഹുമയൂൺ കൊട്ടാരത്തിൽ 3 പള്ളി കണ്ട്. ആ 3 പള്ളിയും പിന്നെ കാളയും പശുവും കയറി ഇറങ്ങി നടക്കുകയാണ്. അത്ര വലിയ ഒരു പള്ളിയിൽ മുഴുവനും ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആൻ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ഡൽഹിയിലൊക്കെ പോയിട്ട് നോക്കണം വല്ലപ്പോഴും. ഡൽഹിയൊക്കെ ആരായിരുന്നു, എന്തായിരുന്നു? ആ ഇസ്ലാമിക ഷിയാറുകൾ മുഴുവനും നശിപ്പിച്ചു കൊണ്ടുവരികയല്ലേ. നമ്മൾ ചിന്തിക്കണം. നമ്മളിവിടെ ഒരു വർഗീയതയും ഒരു ഭിന്നിപ്പും ഉണ്ടാക്കാനല്ല മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ ഇന്ന് കാണുന്ന ആ ഒരു സംഭവങ്ങൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? പണ്ഡിതന്മാരായ മുൻ കാലഘട്ടങ്ങളിലെ 8 നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സമ്മാനങ്ങളാണിതെല്ലാം. വിദേശികളെ പോലും അത്ഭുതപ്പെടുത്തുമാറുള്ള ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചത് അതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിമീങ്ങളല്ലേ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടെ തുടച്ചു നീക്കിയതിൽ പണിയെടുത്തത്, അവരുടെ മുന്നിൽ പോയി യുദ്ധം ചെയ്ത് ഷഹീദായതിൽ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളല്ലേ. പണ്ഡിതന്മാർ അടക്കം, ഉലമാക്കളടക്കം താടിയും തലപ്പാവും വെച്ചിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയതവര്. അങ്ങനെ നമ്മളിപ്പോ സൂചിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി അവരതിനുവേണ്ടി പണിയെടുത്തു, അവർ ഷഹീദായി. പക്ഷെ നമുക്കിതിനെ കുറിച്ച് വല്ലതും ഉണ്ടോ? പഠിക്കാനോ വല്ലതും ഉണ്ടോ? സ്കൂളിലോ കോളേജിലോ പുസ്തകത്തിലൊക്കെ പോയി ഇതൊന്നും നമുക്കില്ല, ഒന്നും കാണാനില്ല. എന്ത് ചെയ്തു എന്നാ ചോദിക്കും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി. നമ്മളിത് ചിന്തിക്കണം. ഏത് മേഖല എടുത്താലും മുസ്ലിം സമുദായമാണ് എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ നന്മയ്ക്ക് വേണ്ടി നിന്നത്, ഇന്ത്യക്ക് വേണ്ടി. അല്ല ഹിന്ദ്, ഈ ഹിന്ദ് എന്ന പദം തന്നെ ഇസ്ലാമിന്റെ പദമാണ്. നമ്മൾ ആരെല്ലാം പറഞ്ഞു നമ്മൾ കേസ് കൊടുക്കാൻ പോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളുടെ പേര് ഹിന്ദ് എന്നാണ്. നമ്മൾ ആരെല്ലാം കേസിന് പോയോ? ഞങ്ങളുടെ ബീവി ഖദീജയുടെ മകളുടെ പേരാണ് ഹിന്ദ്, അതുകൊണ്ട് ഇത് മൊത്തം ഞങ്ങൾക്ക് എഴുതി തരണം, ബാക്കിയുള്ളവർ ഇവിടെ നാട്ടി ഓടിക്കണം. ഇതല്ല, നമ്മൾ പോയില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അൻഹയുടെ ഭാര്യയുടെ പേര് ഹിന്ദ് എന്നാണ്. ചിന്തിച്ചു നോക്കണം. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയുടെ പേര് വെച്ച ഹിന്ദ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഇറങ്ങിയത് ഇന്ത്യയിൽ. നമ്മൾ പറഞ്ഞോ, ഇത് ഞങ്ങളുടെ പിതാവ്, ആദ്യ പിതാവ് ആദം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഇന്ത്യ. അത് ഞങ്ങൾക്കാണ് ഇവിടെ അവകാശം എന്ന് നമ്മളാരും പറയുന്നില്ല. ഇവിടെ സന്തോഷത്തോടു കൂടി എല്ലാ മതക്കാരും ജീവിക്കട്ടെ. നമുക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഏറ്റെടുക്കണം. അതാ വേണ്ടത്. മനുഷ്യന് അവനവൻ്റെ ജീവിതം, അവനവൻ്റെ മതത്തെ സ്വീകരിച്ചുകൊണ്ട് ആൾ പേഴ്സൺ ഈസ് ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലീജിയൻ. ഭരണഘടന 26, 27, 28, 29 ഈ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏത് മതക്കാർക്കും ഇന്ത്യ രാജ്യത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. അതങ്ങനെ പോയിക്കോട്ടെ, ആരെയും നിർബന്ധിക്കണ്ട. അവരവരുടെ മതത്തെ അനുസരിച്ച് അവരവരുടെ ദൈവത്തെ അവർ വിശ്വസിച്ച് അവർ ആരാധിച്ചു കൊള്ളട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചോളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കണ്ടെന്നോ അതിനെതിരെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ. എത്രയോ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങളൊക്കെയാണ് ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്തത്. ഹിന്ദു സഹോദരങ്ങൾ ധാരാളം. അപ്പോൾ മുസ്ലിമീങ്ങളുടെ പടക്കം പൊട്ടിക്കുകയാണ് ഹമക്കന്മാർ. ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊന അല്ലാഹു വഹുവ ഖാദിഉഹും. ഇതാണ് മുനാഫിക്കീങ്ങളുടെ സ്വഭാവം. മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണത്. സന്തോഷിക്കൽ, അവന്റെ കാര്യം, അവന് വീടും സ്ഥലവും കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷമല്ല. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. എനിക്ക് ഇഷ്ടമുള്ള സാധനം എൻ്റെ അടുത്ത സഹോദരന് ഇഷ്ടപ്പെടണം, അതിൽ എനിക്ക് നഷ്ടം വന്നാലും ശരി എൻ്റെ സഹോദരൻ സന്തോഷമായിട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. എനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല. യുദ്ധക്കളത്തിൽ ഷഹീദാവാൻ വേണ്ടി വെട്ടേറ്റ് കിടക്കുന്ന സഹാബാക്കളുടെ അരികിലേക്ക് വെള്ളവുമായി പോകുന്നു സുഹൃത്തുക്കൾ. ഇതാ അടുത്ത് കിടക്കുന്ന സഹാബിക്ക് കൊണ്ട് കൊടു,
എനിക്ക് കുഴപ്പമില്ല. അദ്ദേഹത്തിന് അടുത്ത് കിടക്കുന്ന സഹാബിക്കൊണ്ട് കൊടു, അദ്ദേഹം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുക, അടുത്ത് കിടക്കുന്ന സഹാബിക്കൊണ്ട് കൊടു. ഇതായിരുന്നു സഹാബാക്കൾ. എനിക്കല്ല വേണ്ടത്, അടുത്തടുത്തടുത്ത് പോകട്ടെ. അതായിരുന്നു. ആടിന്റെ തലയുടെ നമുക്കറിയാം, ഒരു സഹാബിക്ക് കൊടുത്തു വിട്ടപ്പോൾ അവർ പട്ടിണിയില്ല, അവിടെ കൊടുക്ക്. അവിടെ കൊടുത്തോ അല്ല, അടുത്ത് അവർ പട്ടിണിയില്ല, അങ്ങോട്ട് കൊടുക്ക്. എനിക്ക് വേണ്ടതാണ് അടുത്ത വീട്ടിൽ പട്ടിണി, അങ്ങോട്ട് കൊടുക്ക്. ഇത് നമ്മളിവിടെ ഒരു കട വെച്ചാൽ വേറൊരുത്ത ഓപ്പോസിറ്റ് കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒരു തലയ്ക്കകത്ത് പണിയെടുത്ത് അവനെ ഓടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ ആടിന്റെ തല കൊണ്ടുവച്ചാൽ ആ തല പിറ്റേ ദിവസം കട തുറക്കുമ്പോൾ ഷട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു തല ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവൻ കടയും തുറക്കൂല, പൂട്ടും തൊടില്ല, ആ തലയും തൊടില്ല. അവൻ ഏതെങ്കിലും കാലിയെ പോയി കാണും, ഉസ്താദെ പെട്ടെന്ന് വലിയ വണ്ടിക്കകത്ത് വിളിച്ചോണ്ട് ഒരു തല ഫ്രണ്ടിൽ ഒന്ന് എടുത്ത് മാറ്റിത്താ ഉസ്താദെ. അവൻ തൊടുക പോലും ഇല്ല. അവൻ ആ തലയെടുത്ത് മാറി തൊടുക പോലും ഇല്ല. അവൻ മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. മുസ്ലിം അല്ല, മുസ്ലിമാ, അങ്ങോട്ട് ഇത് മുസ്ലിമോ ഇത് മുസ്ലിമാണ്. നമ്മൾ മുസ്ലിമും അടുത്ത മുസ്ലിമിന് പണിയെടുക്കാനാണ് നമ്മുടെ പണി, അവനെ ഒതുക്കാനുള്ള പണിയാണ് നമ്മളിവിടെ നോക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ കരുതിയിരിക്കും, മനസ്സിലാക്കിയിരിക്കും. നമ്മുടെ നിയമങ്ങൾ മാറ്റിമറിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ദുനിയാവുമില്ല ആഖിറവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ നമ്മൾ പ്രതികരിക്കണം. ഹബീബിങ്ങളെ, പ്രതികരണശേഷി എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? ദുആ ചെയ്തൂടെ? പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ, ഞങ്ങൾക്കെതിരെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ അവരെ കൈകാര്യം ചെയ്യണമല്ല. നീയാണ് ആകാശഭൂമിയുടെ അധീശാധികാരി, നീയാണ് പടച്ചവനെ. നിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ നീ അനുവദിക്കരുതേ അല്ല എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്തിട്ടെങ്കിലും നമുക്ക് പ്രതിഷേധിച്ചുകൂടെ സഹോദരങ്ങളെ? അതെങ്കിലും ആയിക്കൂടെ? ദുആയ്ക്ക് വലിയ ബലമാ അള്ളാന്റെ അടുക്കലുള്ളത്. നമ്മൾ റമളാൻ മാസത്തിന്റെ രാപ്പകലുകളൊക്കെ ഇബാദത്ത് ചെയ്ത് നോമ്പെടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്ന നമുക്ക് റബ്ബിനോട് പറയാം, കരഞ്ഞു പറയാം, പൊട്ടിക്കരഞ്ഞു പറയാം, അള്ളാഹുവേ, നിന്നെ ആരാധിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്. വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്തുകൊണ്ടാണ് മുൻകാലഘട്ടങ്ങളിലെ മഹാന്മാർ, പണ്ഡിതന്മാർ, സഹാബാക്കൾ ഇവരൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം എന്താ? ഇല്ലാ അയ്യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചു. ആഖിറം, നാളെ പരലോകം, ആ പരലോകമാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ സാക്ഷി നിർത്തി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ സ്ഥലം. അവിടേക്ക് നമ്മളെ ഹാജരാക്കപ്പെടും. അവിടെ ഒരു ഉയിർത്തെഴുന്നേൽപ്പുണ്ട്, അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ചറിയേണ്ടത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ത്യാഗങ്ങളും പീഡനങ്ങളും അനുഭവിച്ചതെങ്കിൽ ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് മുസ്ലിം ഇന്നനി അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയതിന്റെ പേരിലാണ്, അല്ല ഒന്നുമല്ല. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങളായ മുസ്ലിമീങ്ങളുടെ പേരിൽ നിന്ന് മുനാഫിഖീങ്ങളായി ബിരുദമെടുത്തിട്ട് അവരോടൊപ്പം കൂടിയിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുന്നവർ. അവർ മുനാഫിഖീങ്ങളാണ്, കപടന്മാരാണ്. മുശ്രിക്കീങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ശിക്ഷയാണ് അല്ലാഹു തആല മുനാഫിഖീങ്ങൾ കൊടുക്കുക. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ ഫലം തജിദ ലഹും നസീറ. ഒരാളെയും അവിടെ സഹായിക്കാൻ കാണില്ല. ഏറ്റവും നരകത്തിന്റെ അടിത്തട്ടിലാണ് അവർ കിടക്കുക മുനാഫിഖീങ്ങൾ. ചെറിയൊരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി ഒരു 5 സെന്റ് ഭൂമിയിൽ വീട് വെച്ചവന് കൊടുക്കുമെന്നതിന്റെ പേരിൽ, ഒരു 50 കോടി അവന്റെ കയ്യിൽ കൊടുക്കുമെന്നതിന്റെ പേരിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ മരിച്ചുപോയാലോ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, കാലാകാലം അവിടെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ബഹുമാനമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇനിയുള്ള ഓരോരോ ദിവസങ്ങളും നമ്മൾ ഫലസ്തീന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഭാവി കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തും അതേപോലെ ആയിക്കൂടാ എന്നില്ല. ആട്ടി ഓടിക്കപ്പെടുകയാണ്. പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കാലങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, കരുതിയിരിക്കുക. നമ്മൾ ഇസ്ലാമിക നിയമങ്ങളുടെ മേൽ ആര് കൈകടത്താൻ വരുന്നുവോ അതിനെ നമ്മൾ ശക്തിയോടുകൂടി പൂർവാധികം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാനുള്ള ഈമാനിക പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അല്ല നമ്മൾ പല ബ്രോയിലർ ചിക്കൻ്റെ കൂട്ട് മൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം പോവും. അവസാനം
ഈ ഇങ്ങനെ വെറുതെ ഈ നമ്മൾ ഭീരുക്കളായി മരിച്ചുപോയതിൻ്റെ പേരിൽ അതിൻ്റെ ശേഷം ആഖിറത്ത് ഇടി കൊള്ളേണ്ടി വരും. നീ എന്തിനാണ് അങ്ങനെ ഉണ്ടായിരുന്നത്? കലിമത്തു ആദിലിൻ ഇന്ദ സുൽത്താനിൻ ജായിർ, ഏറ്റവും വലിയ അഫ്ളലുൽ ജിഹാദ്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞു കലിമത്തു ആദിലിൻ ഇന്ദ സുൽത്താനിൻ ജായിർ, അഹങ്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ മാന്യമായ നീതിയുടെ വാക്ക് നീ പറഞ്ഞാൽ മതി. നമ്മളിവിടെ വാളിട് വെട്ട് പിന്നെ ബോംബ് വെയ് പൊട്ടിയിരുന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഒരിക്കലും അത് നമുക്ക് പറ്റിയതുമല്ല, വേണ്ട, അതല്ല നമ്മൾ പറയുന്നത്. പ്രതികരിക്കാൻ നമുക്ക് ന്യായമായ അവകാശങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് നമുക്കുണ്ട്. നമ്മുടെ സ്വത്തുക്കളാണ് കോടാനകോടി സ്വത്തുക്കൾ. അതാണ് ഇന്ന് അവരൊരു ബില്ല് പാസ്സാക്കി പിടിച്ചെടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ പള്ളികളുമായി ബന്ധം. പക്ഷെ നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മഹത്വങ്ങളും എന്നല്ല. വഖഫ് ബോർഡ് ഉണ്ടാക്കി വെച്ച് അവിടുന്ന് കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വഖഫ് ബോർഡ് ഉണ്ടാക്കിയത് എന്തിനാ? ചുമ്മാ കേസും വഴക്കും. പള്ളി കടന്ന് അടി ഉണ്ടാക്കുന്നതിൻ്റെ മൊത്തം കേസ്, അതും തിന്ന് അവരങ്ങനെ ഇരിക്കുകയാണ്, വീർത്ത്. ഇതാണ് വഖഫ് ബോർഡ്. വേറെന്താ വഖഫ് ബോർഡ്? നമുക്ക് എന്താ ഗുണമുള്ളത്? നമ്മളിവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവിടെ കൊണ്ടടയ്ക്കുക, പള്ളി കൊണ്ടടയ്ക്കുക. പിന്നെ പള്ളിയിൽ അടി ഉണ്ടാകുന്നത് മൊത്തം വഖഫ് ബോർഡ് കയറിയിട്ട് എടുക്കുക. ഇത് തന്നെയാണ് സംഭവം വഖഫ് ബോർഡ്. നമുക്കെന്താ പിന്നെ വഖഫ് ബോർഡിയുടെ ഗുണം? നമുക്ക് ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ കുറച്ച് പൈസ കിട്ടിയോ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഖബർസ്ഥാൻ വാങ്ങാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ? അല്ലെങ്കിൽ മദ്രസ കെട്ടാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ? കോടാനുകോടികളുടെ സ്വത്തുക്കളുണ്ട്. നമ്മൾ ഇവിടുന്ന് കൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് അടയ്ക്കുകയാണ്, എല്ലാം അവരതിനെ ഏറ്റെടുക്കുകയാണ്. എന്തുണ്ട് സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കി. പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, നമുക്കൊന്നുമില്ല, എല്ലാവർക്കും അവനവരുടെ കാര്യം നോക്കി ജീവിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതല്ല, ഉമ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഉമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ജാഗ്രത ഇല്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ട് നമ്മൾ ഖബറിലേക്ക് പോകേണ്ടി വരും. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകണം. നമുക്കത് വളരെ വേദനയോടും വിഷമത്തോടും പറയാൻ ഈ രണ്ട് പ്രാവശ്യത്തെ ഭരണത്തോടുകൂടി ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളെ ഇവർ മാറ്റി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, നമ്മളെല്ലാവരും മിണ്ടാപ്പൂച്ചയെ പോലെ ഇരിക്കുകയാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മ വരികയാണ്. ഒരു കാലഘട്ടം വരെ യൂഷിക്കുൽ ഉമ്മമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ആഖിലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണപാത്രത്തിൽ എല്ലാവരും കൈയിട്ട് ഭക്ഷണം തിന്നുന്നത് പോലെ എൻ്റെ സമുദായത്തിൻ്റെ മേൽ മറ്റുള്ളവർ കടന്നാക്രമണം നടത്തുന്ന ഒരു കാലഘട്ടം വരും സഹാബ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ യൗമൈദി യാ റസൂലല്ലാഹ്, അന്ന് എല്ലാവരും ന്യൂനപക്ഷം ആയതുകൊണ്ടായിരിക്കുമോ? നമ്മൾ ന്യൂനപക്ഷം എന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ബൽ യൗമൈദിൻ കസീറുൻ, അന്ന് എല്ലാവരും ഒരുപാട് പേരുണ്ടാവും. ഇന്ത്യ രാജ്യത്ത് 27 കോടി മുസ്ലിങ്ങളുണ്ട്. 27 കോടി മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് 27 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. നല്ല കണക്ക് വല്ല അറിയാവോ? ചെറിയ കണക്കാന്നോ കോടി എന്ന് പറഞ്ഞാല്? 27 കോടി മുസ്ലിങ്ങളിലെ 50,000 പേര് മതിയായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വഖഫിനെതിരെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ 27 കോടി മുസ്ലിങ്ങളിൽ നിന്ന് 1.5 ലക്ഷം പേരെ ഒപ്പിട്ടത്. വേണ്ട, പറ്റൂല എന്ന് പറഞ്ഞു. 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ട് വഖഫ് സ്വത്ത് അതിൻ്റെ എതിരെ വന്ന നമ്മുടെ ഒപ്പ് ശേഖരണത്തിൽ എത്ര പേരാ ഒപ്പിട്ടത്? 27 കോടി മുസ്ലിങ്ങളിൽ. എവിടെ പോയി ബാക്കി എല്ലാവരും? അവരെ വിധങ്ങൾ പറഞ്ഞു, അന്ന് കുറവൊന്നുമല്ല, അവര് ഭയങ്കര ആളുകളായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ എന്താ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബുകളിൽ ഒരു പേടി ഇട്ട് കൊടുക്കും. ശത്രുക്കളുടെ കൽബുകളിൽ ഈ മുസ്ലിമീങ്ങളെ ഒരു പേടി ഉണ്ടായിരുന്നു, ഒരു അല്ലാഹു അക്ബർ വിളിക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അത് അല്ലാഹ് എടുത്തു മാറ്റും. എന്നിട്ട് ഇവരുടെ കൽബുകളിൽ അൽ വഹ്നി എന്ന് പറയുന്ന രോഗം ഇട്ട് കൊടുക്കും. ആ പേടി, ശത്രുക്കൾക്ക് ഇവരൊരു പേടി ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറിപ്പോകും. ഇവർ മറ്റുള്ളവരെ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു പേടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ന്യായമായ അവകാശത്തിന് നമുക്ക് എവിടെയും എത്താം. ഇപ്പോൾ അമേരിക്കയിൽ എല്ലാ ലോകം മൊത്തം കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പറഞ്ഞ ട്രംപ് കയറി എന്ത് വില കൊടുത്തു? സുപ്രീം കോടതിയെ അവിടെയുള്ള ജഡ്ജിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ അവരുടെ ആളുകളെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. പക്ഷെ അള്ളാന്റെ തീരുമാനം അവർക്കെതിരായ ആളിനെ കൊണ്ടുവന്നു. അതാണ് പടച്ചവന്റെ തീരുമാനം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കളിക്കും, വലിയ കളി കളിക്കും. പക്ഷെ നമ്മളൊന്ന് ജാഗരൂകരാകണം. 48 ലക്ഷം പേരാണ് ഈ ആദ്യത്തെ ചരിത്രത്തിലാണ് ഉംറയ്ക്ക് 27-ാം രാവിലെ പരിശുദ്ധമായ മക്കയിൽ കൂടിയത്. 47 സ്ട്രക്കായിപ്പോയി. തവാഫിന് വണ്ടി നീങ്ങുന്നില്ല.
തവാഫ് ചെയ്യാൻ പറ്റുന്നത്. 48 ലക്ഷം പേര് ആലോചിച്ചു. കഴിഞ്ഞ വർഷം 20 ലക്ഷമായിരുന്നു, ഈ വർഷം 48 ലക്ഷം പേരാണ്. എത്രയോ അമുസ്ലിമീങ്ങളായ സെലിബ്രിറ്റികളും മുസ്ലിമീങ്ങളായി ഉംറയ്ക്ക് വന്നു. വലിയ വലിയ ഫിലിം സ്റ്റാറുകൾ, ബോളിവുഡ്, ഹോളിവുഡ്. ചിന്തിക്കണം, നമ്മൾ വിചാരിക്കും നമ്മളെ പോലെ ആപ്പ ഉപ്പകളല്ല. അവരൊക്കെ വിവസ്ത്രരായി അല്ലെങ്കിൽ അർദ്ധനഗ്നകളായി നടന്നവർ. അതെല്ലാം മാറ്റിയിട്ട് ശരീരം മുഴുവനും മറച്ചിട്ട് അള്ളാഹുവിന്റെ കഅബയെ ലക്ഷ്യമിട്ടവർ വന്നു. ഇസ്ലാമിനെ ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ ഇസ്ലാം ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് മനസ്സിലാക്കുക, ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഒരിക്കലും ഇത് തകരൂല, ഒരിക്കലും ഈ ഈമാനും ഇസ്ലാമും തകരൂല ഇൻഷാ അല്ലാഹ്. ഇതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. അത് വളർന്നുകൊണ്ടേയിരിക്കും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. എത്ര കുഫാറുകളും മുശ്രിക്കുകളും എതിർത്താലും അള്ളാഹു ഈ നൂറ് ഈമാനിന്റെ ഇസ്ലാമിന്റെ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചുകൊണ്ടേയിരിക്കും. അത് അണയൂലാതെ. അതാണ് പടച്ചവന്റെ തർത്തീബ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇസ്ലാമിനെതിരെ വരുന്ന ഈ വെല്ലുവിളിക്ക് നമ്മൾ അതിനെ എങ്ങനെ നമ്മളെ കൊണ്ട് പ്രതികരിക്കാൻ കഴിയും ആ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്. അത് നമ്മൾക്കിടയിൽ വന്നു പോകുന്ന ഏറ്റവും വലിയൊരു വഹനായി മാറും. അത് പാടില്ല. ഒന്നും നിനക്ക് കഴിയുന്നില്ലേ, നിനക്ക് ദുആ ചെയ്. ഒരു നോമ്പ് പിടിച്ച് ദുആ ചെയ്, തഹജ്ജുദ്കാരത്തിന് ദുആ ചെയ്. ഏത് വലിയ കൊട്ടാരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഏത് വലിയ കൊലകൊമ്പന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യും ആ ദുആയിലൂടെ. അൽഹംദുലില്ലാഹ്, ഉറപ്പാണ് ആ ദുആയിലൂടെ. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, നമുക്കത് അറിയുകയും ചെയ്യാം. ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ.